गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् चकास्तु धर्मबोधाय नित्यमव्याहदात्मनाम्। ओम श्रीनारायण പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യത്തെ 4 അധ്യായങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഈ ക്ലാസ് മുതൽ 5-ാമത്തെ അധ്യായത്തെ കുറിച്ചാണ് മനനം ചെയ്യുന്നത്. 5-ാമത്തെ അധ്യായത്തിന്റെ പേരാണ് ആശ്രമ ധർമ്മം എന്നുള്ളത്. ഭാരതീയ ഋഷിപ്രോക്തമായ ജീവിത ശ്രേണിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പടവാണ് ആശ്രമ ധർമ്മങ്ങൾ എന്നുള്ളത്. അതിനെ സാമ്പ്രദായികമായിട്ട് പറയുന്ന പേര് വർണ്ണാശ്രമ ധർമ്മം എന്നാണ്. ഇവിടെ എന്തുകൊണ്ട് ഗുരുദേവൻ അതിലെ വർണ്ണം എന്ന പദത്തെ മാറ്റി കേവലം ആശ്രമധർമ്മം എന്ന് മാത്രം പറഞ്ഞു എന്നതിനെ കുറിച്ച് മുന്നോട്ട് ചിന്തിക്കാം. വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് 4 പ്രകാരത്തിലുള്ള ആശ്രമങ്ങളും അതേപോലെ നിയതമായ വർണ്ണവുമുണ്ടെന്ന് പൂർവിക ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണ്യം, ക്ഷത്രിയത്വം, വൈശ്യത്വം, ശൂദ്രത്വം, ഇവയാണ് 4 വർണ്ണങ്ങൾ. ഇവയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, അതേ തുടർന്ന് വാനപ്രസ്ഥം, അത് കഴിഞ്ഞ് സന്യാസം. ഇങ്ങനെയുള്ള 4 ആശ്രമങ്ങളെയും പറഞ്ഞിരിക്കുന്നു. പൂർവികമായ കാഴ്ചപ്പാടനുസരിച്ച് ഒരു വ്യക്തിക്ക്, ആ ഒരു വ്യക്തിയിൽ 4 ആശ്രമങ്ങളും കടന്നു പോകുന്നു. ഒരു വ്യക്തിയിൽ തന്നെ ബ്രഹ്മചര്യ ആശ്രമവും ഉണ്ട്, അതിനെ തുടർന്ന് ഗാർഹസ്ഥ്യ ആശ്രമവും ഉണ്ട്, അതേ തുടർന്ന് വാനപ്രസ്ഥാശ്രമവും സന്യാസാശ്രമവും ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ട്. ഒരു വ്യക്തിയിൽ, ആ വ്യക്തിയുടെ ജീവിതകാലത്ത് ഈ 4 ആശ്രമങ്ങളും കടന്നു പോകുന്നു. എന്നാൽ ഒരു വ്യക്തിയിൽ ഈ 4 വർണ്ണങ്ങളും ഇല്ല എന്നതാണ് പൂർവികമായ ആചാര്യന്മാർ പറഞ്ഞിരുന്നത്. അതായത് ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ ആ വ്യക്തിക്ക് ഏതൊരു വർണ്ണമാണ് ലഭിച്ചത്, ആ വർണ്ണം തന്നെയായിരിക്കും ജീവിതാന്ത്യം വരെ ആ വ്യക്തിക്കുള്ളത് എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ബ്രാഹ്മണൻ എന്ന വർണ്ണമാണ് ലഭിച്ചതെങ്കിൽ അത് ജനനം തൊട്ട് മരണം വരെ ആ വ്യക്തി ബ്രാഹ്മണൻ തന്നെയായിരിക്കും. ആ വ്യക്തി ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥയുമായിട്ട് മാറും ആശ്രമം എന്ന കാഴ്ചപ്പാടിൽ. പക്ഷെ വർണ്ണം എന്ന കാഴ്ചപ്പാടിൽ ആ വ്യക്തിയിൽ ഒറ്റ വർണ്ണമേ കിട്ടും എന്ന് പൂർവികമായ ആചാര്യന്മാർ പറയുന്നു. ഇനി ഒരു വ്യക്തിയുടെ വർണ്ണം ക്ഷത്രിയ വർണ്ണമാണെങ്കിൽ ആ വ്യക്തി ജനനം തൊട്ട് മരണം വരെ ക്ഷത്രിയൻ തന്നെയായിരിക്കും. ഒരിക്കലും ആ വ്യക്തിയിൽ വർണ്ണമാറ്റങ്ങൾ സംഭവിക്കില്ല എന്ന് പറയും. എന്നാൽ ഗുരുദേവൻ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളിലെ വർണ്ണം എന്ന ഈ ഒരു ഭാഗത്തെ, ഈ ഒരു വീക്ഷണത്തെ പരിപൂർണമായും നിരാകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് വെറും ആശ്രമധർമ്മം എന്നുള്ള പേര് മാത്രം കൊടുത്തു. ഈ അധ്യായത്തിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഗുരുവിന്റെ ദർശനത്തെ മനസ്സിലാക്കാവുന്നതാണ്.
സാധാരണ എവിടെയും ഒരു സ്ഥലത്ത് പോലും ആശ്രമധർമ്മം ഒന്നും ഒറ്റയ്ക്ക് പറയില്ല. എപ്പോഴും വർണ്ണാശ്രമധർമ്മം എന്ന് ചേർത്തേ പറയൂ. നമ്മൾ ഏതൊരു ഗ്രന്ഥം അധ്യയനം ചെയ്യുമ്പോഴും, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതൊരു ദർശനത്തെ അനുസന്ധാനം ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ചർച്ച വരുമ്പോൾ അവിടെ വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്നാണ് വരും. പഴയ പൗരാണിക ഗ്രന്ഥങ്ങൾ, ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, ശാങ്കര ഭാഷ്യൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, ഇവിടെയൊക്കെ വർണ്ണാശ്രമധർമ്മം എന്ന് മാത്രമേ പറയുള്ളൂ. ഒരിക്കലും ആശ്രമധർമ്മം എന്ന് പറയില്ല. അപ്പോൾ വർണ്ണം എന്നുള്ള പദത്തെ മാറ്റിയത് കൊണ്ട് ഗുരുദേവൻ പരിപൂർണമായും വർണ്ണത്തെ നിരാകരിച്ചിരിക്കുന്നു. പരിപൂർണമായും നിരാകരിച്ചു എന്നതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയിൽ ആ വ്യക്തി ജന്മം കൊണ്ട് ഏത് വർണ്ണമാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടുവോ ആ വർണ്ണം തന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതാന്ത്യം വരെയും എന്നാണ് പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വർണ്ണത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാടിനും ചില മതഭേദങ്ങളുണ്ട്, ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ഗ്രന്ഥത്തിന്റെ ആദ്യഘട്ടത്തിലും പിന്നെ ദർശനമായ ഒരു ക്ലാസ്സിലും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. എങ്കിൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. വർണ്ണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി ഏത് വർണ്ണത്തിലാണോ ജനിക്കുന്നത്, ബ്രാഹ്മണനായ ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിച്ച വ്യക്തി, ആ വ്യക്തി ബ്രാഹ്മണൻ തന്നെയാണ്. ക്ഷത്രിയനായ ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിച്ച വ്യക്തി, ആ വ്യക്തി ക്ഷത്രിയൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ 4 വർണ്ണങ്ങളെ കുറിച്ച് മാത്രമേ വേദത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ആ 4 വർണ്ണങ്ങളിൽ ഏതേത് ജാതി ഉപജാതികൾ പെടും എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പിൽക്കാലത്ത് ഓരോ ജാതികളും ഉപജാതികളും അവർ സ്വയം കൽപ്പിക്കാൻ തുടങ്ങി, ഞങ്ങൾ ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെടുന്നു, ഞങ്ങൾ ക്ഷത്രിയ വർണ്ണത്തിൽപ്പെടുന്നു. കേരളത്തിലെ ഒരു പ്രബലമായ ഒരു സമുദായമുണ്ട്. ആ പ്രബലമായ സമുദായം ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയിലെ ശൂദ്ര വിഭാഗത്തിൽ പെടുന്നു എന്നായിരുന്നു പണ്ട് പറഞ്ഞിട്ടുള്ളത്. പഴയ കാലത്തെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ രാജാവിന്റെ മുഖം കാണിക്കാൻ 2 ശൂദ്രന്മാർ വന്നിട്ടുണ്ട് എന്നൊക്കെ ആ സമുദായത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ഐതിഹ്യമാല തുടങ്ങിയ പഴയകാല കൃതികൾ, പഴയകാല ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ സാധിക്കുകയായിരുന്നു. മലയാള ശൂദ്രന്മാർ എന്നായിരുന്നു ആ സമുദായത്തെ പറഞ്ഞിരുന്നത്. പിന്നീട് ഈ ശൂദ്രപദം ഒരു അപമാനമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, അവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ക്രമേണ ഞങ്ങൾ ശൂദ്രരല്ല ക്ഷത്രിയരാണെന്ന് പറയാൻ തുടങ്ങി. ഞങ്ങൾ വർണ്ണധർമ്മത്തിലെ ക്ഷത്രിയർ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഞങ്ങളുടെ സമുദായം വരുന്നത് എന്ന് വ്യാഖ്യാനിക്കാനും പറയാനും തുടങ്ങി. അപ്പൊ ഒരു സമുദായം അത് ബ്രാഹ്മണ വർണ്ണത്തിൽ പെടുന്നുവോ, ക്ഷത്രിയ വർണ്ണത്തിൽ പെടുന്നുവോ, അല്ലെങ്കിൽ വൈശ്യവർണ്ണത്തിൽ പെടുന്നുവോ, ശൂദ്രവർണ്ണത്തിൽ പെടുന്നുവോ എന്നൊന്നും ഒരു വേദവും എവിടെയും പറഞ്ഞിട്ടില്ല. അത് പിൽക്കാലത്തുണ്ടായ ജാതി ഉപജാതികൾ സ്വയം അങ്ങനെ പറയുകയാണ്, ഞങ്ങൾ ഇന്ന വർണ്ണത്തിലാണ് പെടുന്നത്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വ്യക്തി ജനിക്കുന്നത് ഏത് വർണ്ണത്തിലാണോ അതാണ് ആ വ്യക്തിയുടെ വർണ്ണം. ഈ വർണ്ണത്തെ തന്നെയാണ് ജാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു പക്ഷമുണ്ട്. ഇനി മറ്റൊരു പക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും ജന്മം കൊണ്ട് വർണ്ണം സിദ്ധിക്കില്ല. ഒരു ഡോക്ടറായ അച്ഛന്റെയും ഡോക്ടറായ അമ്മയുടെയും മകനായി ജനിച്ചു. തന്റെ അച്ഛൻ ഡോക്ടറാണെന്ന് കരുതി ആ മകൻ കുഞ്ഞുനാളിലെ ഡോക്ടർ ആകുന്നില്ല. മറിച്ച് ആ വ്യക്തി പിന്നീട് നേടുന്ന യോഗ്യതയുടെ ആധാരത്തിലാണ് ആ വ്യക്തിക്ക് ആ പദവി കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഒരു സിദ്ധാന്തത്തെ ആധാരമാക്കി ഈ വർണ്ണധർമ്മത്തെ ചില പക്ഷക്കാർ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു. എങ്ങനെ വ്യാഖ്യാനിച്ചു? ഒരിക്കലും വർണ്ണം ജന്മസിദ്ധമല്ല എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയുടെ കർമ്മത്തിലൂടെ ആർജിക്കുന്ന ഒന്നാണ് വർണ്ണം എന്ന് പറഞ്ഞു. ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഗുണം, ആ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഗുണം ഒരു വ്യക്തി തന്റെ കർമ്മത്തിലൂടെ ആർജിച്ചു കഴിഞ്ഞാൽ അവനെ ബ്രാഹ്മണൻ എന്ന് പറയാം. അതേപോലെ ക്ഷാത്രവീര്യം ഏതൊരു വ്യക്തി ആർജിക്കുന്നുവോ ആ വ്യക്തിയെ ക്ഷത്രിയൻ എന്ന് പറയാം. അതേപോലെ വൈശ്യഗുണം ഏതൊരു വ്യക്തി ആർജിക്കുന്നുവോ ആ വ്യക്തി എന്ത് പറയും? വൈശ്യൻ എന്ന് പറയും. ശൂദ്രന് കൽപ്പിക്കപ്പെട്ട ഗുണങ്ങളുണ്ട്, ഗുണഘടനയുണ്ട്. ആ ഗുണഘടന ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവനെ ശൂദ്രൻ എന്ന് പറയും. അങ്ങനെ ജന്മം കൊണ്ടല്ല, മറിച്ച്
ഗുണഘടനയുടെ ആധാരത്തിലാണ് വർണ്ണം സിദ്ധമാകുന്നത് എന്ന് മറ്റൊരു പക്ഷവും പറഞ്ഞു. ഈ പക്ഷത്തിന്റെ വാദത്തിൽ അവർ പറയുന്നു, ഒരു വ്യക്തി അവനൊരു ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചതെങ്കിലും അവൻ കർമ്മം കൊണ്ട് നിബദിക്കുവാൻ സാധ്യതയുണ്ട്. അവന്റെ വർണ്ണം ഒരു ജന്മത്ത് തന്നെ മാറി മറിയാം. അവൻ കർമ്മം കൊണ്ട് നിബദിച്ചു, ഏറ്റവും പതിതമായ അവസ്ഥയിലെത്തി, വീണ്ടും അവിടെ നിന്ന് ഉയർന്നു മറ്റൊരവസ്ഥയിലെത്തി. അങ്ങനെ വർണ്ണങ്ങളിലും ആശ്രമങ്ങളെ പോലെ ഒരു വ്യക്തിയിൽ വർണ്ണങ്ങളും മാറി മാറി വരാം. വർണ്ണം ജന്മസിദ്ധമല്ല, അത് ഗുണഘടനയ്ക്കും കർമ്മത്തിനും ആധാരമായിട്ട് മാറി മാറി വരുന്നു എന്ന് മറ്റൊരു പക്ഷവും പറഞ്ഞു. ആദ്യത്തെ പക്ഷത്തിന്റെ വാദം ജന്മസിദ്ധമാണ് വർണ്ണം, രണ്ടാമത്തെ പക്ഷത്തിന്റെ വാദം കർമ്മസിദ്ധമാണ്, ഗുണഘടനയെ ആധാരമാക്കിയാണ് വർണ്ണം ഉണ്ടാകുന്നത് എന്ന് പറയും. വാസ്തവത്തിൽ ഈ രണ്ട് കാര്യങ്ങളെയും ഗുരുദേവൻ നിരാകരിച്ചിരുന്നു. കാരണം ഇത് നമ്മൾ ഈ ഗ്രന്ഥത്തില് ജാതിയെ നിർവചിക്കുന്ന ആ ഘട്ടത്തില് നമ്മൾ ചിന്തിച്ച കാര്യമാണ്. ഒന്നുകൂടി പറയാണ്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ചില പോയിന്റ്സ് ആണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ, ഈ വർണ്ണ ആശ്രമ ധർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേളയിൽ പലപ്പോഴും വർണ്ണത്തെക്കുറിച്ച് പറയുന്ന, ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് പല വക്താക്കളും വർണ്ണത്തെക്കുറിച്ച് പറയുന്നത്, അയ്യോ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകേണ്ടത്. ഒരിക്കലും ജന്മം കൊണ്ട് ബ്രാഹ്മണനാകില്ല ആരും. കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകുന്നു, കർമ്മം കൊണ്ട് ക്ഷത്രിയനാകുന്നു, കർമ്മം കൊണ്ട് ശൂദ്രനാകുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ കുറെ ഉദാഹരണവും കാണിക്കുന്നു. വാസ്തവത്തിൽ ഈ ഒരു ആശയം പോലും ഗുരുവിന്റെ ദർശനത്തിന് വിപരീതമാണ്. ഗുരു എവിടെയും ഒരിക്കലും കർമ്മം കൊണ്ട് ഒരാൾക്ക് ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആകാം എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ജന്മം കൊണ്ടും ഒരു വ്യക്തിയും ബ്രാഹ്മണനാകുന്നില്ല, കർമ്മം കൊണ്ടും ഒരു വ്യക്തിക്കും ഒരു വർണ്ണവും ലഭിക്കുന്നില്ല. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമുള്ള വർണ്ണ ജാതി വാദങ്ങളെ പരിപൂർണമായിട്ടും ഗുരു തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഗുരുവിന്റെ ദർശനത്തില് വർണ്ണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല, എവിടെയില്ല. അപ്പൊ നമ്മൾ എത്ര അതിനെ വർണ്ണവാദത്തെ നമ്മൾ കരുതും, അയ്യോ വർണ്ണവാദം എന്നുള്ളത് അതിനെ തള്ളിക്കളയാൻ വയ്യല്ലോ, കാരണം അത് അനാദിയായ കാലം തൊട്ട് ഇവിടെ ഈ സമൂഹത്തിൽ ഇഴുകിച്ചേർന്ന കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിന് നമുക്ക് വെള്ളപൂശാം. ഒരിക്കലും വർണ്ണം നോക്കൂ, ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല, അത് നമ്മുടെ കർമ്മം കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന ഗുണമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കും. പക്ഷെ അങ്ങനെ കർമ്മം കൊണ്ടോ ഗുണഘടന കൊണ്ടോ ഒരു വ്യക്തിക്കും സ്ഥായിയായ ബ്രാഹ്മണ്യവുമില്ല, ക്ഷത്രിയത്വമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഈ അധ്യായത്തിന്റെ പേര് തന്നെ ആശ്രമധർമ്മം എന്നാണ്. അതിന് മുമ്പിൽ വരേണ്ടുന്ന വർണ്ണം എന്ന വാക്കിനെ ഗുരുദേവൻ നിരാകരിച്ചിരിക്കുന്നു. ജന്മം കൊണ്ടും ഒരാൾക്കും ഒരു വർണ്ണവുമില്ല, കർമ്മം കൊണ്ടും ഒരാൾക്കും യാതൊരു വർണ്ണവുമില്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് വർണ്ണാശ്രമ ധർമ്മങ്ങളിലെ വർണ്ണത്തെക്കുറിച്ച് വിസ്തൃതമായിട്ട് പഠിക്കേണ്ടുന്ന ആവശ്യമില്ല. ഈ ഗ്രന്ഥത്തിൽ വർണ്ണത്തെക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും ഇല്ല. ഇതിലൂടെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. ഏതൊരു വിഷയം നമ്മൾ ആ വിഷയത്തെ പഠിക്കുമ്പോൾ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഭംഗ്യന്തരേണ എന്നുള്ള വാക്ക്. അത് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് ഒരു ആശയത്തെ പറഞ്ഞ് ആ ആശയത്തിലൂടെ മറ്റൊരു ദർശനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏത് ദർശനത്തിലേക്കാണ്? കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരുദേവൻ ഭാരതീയമായി സനാതനമായി ഇവിടെ നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥിതി, ആ വർണ്ണവ്യവസ്ഥിതിയെ ഗുരുദേവൻ നിരാകരിച്ചു എന്നുള്ള സത്യമാണ്. അങ്ങനെ നിരാകരിച്ചത് കൊണ്ട് ഗുരുദേവൻ ഭാരതീയമായ എല്ലാ സംസ്കാരത്തെയും, സനാതനമായിരിക്കുന്ന എല്ലാ സംസ്കാരത്തെയും, ഹൈന്ദവമായിരിക്കുന്ന എല്ലാ കാഴ്ചപ്പാടുകളെയും പരിപൂർണമായി തള്ളിക്കളഞ്ഞു എന്ന രീതിയിലും ചില നിക്ഷിപ്ത താല്പര്യക്കാർ പ്രചാരണം നടത്തുന്നു. നോക്കൂ, വർണ്ണവാദത്തെ തള്ളി എന്നതുകൊണ്ട് ഭാരതീയ ഋഷിപ്രോക്തമായ ആശ്രമവാദത്തെ ഗുരുദേവൻ തള്ളിക്കളഞ്ഞിട്ടില്ല. ഗുരുദേവൻ ത്യജിക്കുകയും സ്വീകരിക്കേണ്ടതിനെ പരിപൂർണമായി സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ആശ്രമധർമ്മത്തെ കുറിച്ചോട് വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ത്യജിക്കേണ്ടതിനെ ത്യജിച്ച് മറ്റുള്ള ശ്രേഷ്ഠങ്ങളായ ആശയങ്ങളെയെല്ലാം പരിപൂർണമായും ഗുരുദേവൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചാതുർവർണ്ണത്തെ എതിർത്തു എന്നതുകൊണ്ട് ഇവിടെ നിലനിന്ന എല്ലാ കാര്യവും മോശമാണ്, എല്ലാ കാര്യവും തള്ളിക്കളയേണ്ടതാണ് എന്ന് ഗുരു പറഞ്ഞതായി ഗുരുവിന്റെ ദർശനമായി പലരും വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അവർക്കുള്ള മറുപടി കൂടിയാണ് ഇത്തരത്തിലുള്ള ശ്രേഷ്ഠമായ സദ്ഗ്രന്ഥങ്ങൾ എന്ന് കൂടി മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തില് ആദ്യമായിട്ട് പറയുന്നു, ജ്ഞാതൃജ്ഞാനജ്ഞേയ തത്വനീതി വ്യാഖ്യാ വിചക്ഷണഃ ആഖ്യാതം ഭവതാ യദ്യത് വാക്യം വാക്യവിശാരദഃ.
അസ്മാഭിരവധാനേന ശ്രുതം തല്ലോകസമ്മതം അധാശ്രമസ്വരൂപം ച സാധു ജിജ്ഞാസ്യതേ അധുനാ. മനോഹരമായ സംസ്കൃത പദങ്ങളാണ്. പറയുന്നു, ജ്ഞാതൃജ്ഞാന ജ്ഞേയ തത്വനീതി വാക്യവിചക്ഷണം. ഇത് ഗുരുവിന്റെ വിശേഷണമാണ്. പറയാണ്, അല്ലയോ അറിവുകളെ പറ്റി, അറിവിന്റെ എല്ലാ പ്രകാരത്തിലുള്ള തലങ്ങളെയും പറ്റി വ്യാഖ്യാനിക്കുവാനും വിസ്തരിക്കുവാനും സമർത്ഥനായ വാക്യവിശാരദനായ ഗുരുദേവ, ഭവതാ യദ്യത് വാക്യം ആഖ്യാതം ലോകസമ്മതം. അങ്ങയാൽ പറയപ്പെട്ട എല്ലാ വാക്കുകളും, ഏതൊക്കെ വാക്കുകളാണോ അങ്ങയാൽ പറയപ്പെട്ടത്, ആ വാക്കുകളൊക്കെ ലോകസമ്മതമാണ്. ലോകസമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരുടെ സമ്മതം എന്ന അർത്ഥം നമ്മൾ എടുക്കരുത്. ഭൂരിഭാഗം ജനങ്ങൾ ഒരു ആശയത്തെ അംഗീകരിച്ചാൽ അത് ലോകസമ്മതമായി എന്നില്ല. മറിച്ച് ലോകർക്ക് ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക് ഉയരുവാനുള്ള ഒരു കാമ്പ്, ഒരു കരുത്ത് ഒരു ദർശനത്തിനുണ്ടെങ്കിൽ ആ ദർശനം ലോകസമ്മതമാണ്. അതുകൊണ്ട് അങ്ങയാൽ പറയപ്പെട്ട ലോകസമ്മതമായ ഈ ആശയം, ഈ കാഴ്ചപ്പാട്, ഈ വാക്യങ്ങൾ അസ്മാഭിഹി അവധാനേന ശ്രുതം, ഞങ്ങളാൽ വളരെ സശ്രദ്ധമായിട്ട് തന്നെ കേൾക്കപ്പെട്ടു. ഞങ്ങളാൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കപ്പെട്ടു. അധഃ ആശ്രമസ്വരൂപം ച അധുന സാധു ജിജ്ഞാസ്യത. അധുന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങള് ആശ്രമധർമ്മത്തെ കുറിച്ച് കേൾക്കാൻ അതീവ ജിജ്ഞാസ ഉള്ളവരായിട്ട് തീർന്നിരിക്കുക. ഞങ്ങള് മറ്റു കാര്യങ്ങൾ, അങ്ങയാൽ പറയപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. ഇനി ഞങ്ങൾക്ക് കേൾക്കേണ്ടത് എന്താണ്? ഇനി കേൾക്കേണ്ടത് ആശ്രമധർമ്മത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞു. ഗുരുവിന്റെ മുമ്പിൽ ഒരു നിവേദനത്തെ സമർപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്ത ശ്ലോകത്തില് ഗുരുദേവൻ സ്വാമി തൃപ്പാദങ്ങള് ഉത്തരം കൊടുക്കുന്നു. എന്താണ് ഉത്തരം? ആ ഉത്തരത്തിൽ പറയുകയാണ്, ഗുരുരുവാച അഥാഹം സംപ്രവക്ഷ്യാമി ജ്ഞാതവ്യാനാശ്രമാൻസ്തദാ തേഷാം സാമാന്യധർമാംശ്ച ക്രമശഃ ശൃണുദാസ്തികാ. എന്നൂടെ ചൊല്ലാം. അഥാഹം സംപ്രവക്ഷ്യാമി ജ്ഞാതവ്യാനാശ്രമാൻസ്തദാ തേഷാം സാമാന്യധർമാംശ്ച ക്രമശഃ ശൃണുദാസ്തികാ. ഗുരു ശിഷ്യന്മാര് ഗുരുവിനെ അഭിസംബോധന ചെയ്തത് വാക്യവിചക്ഷണം എന്നാണ്. എങ്ങനെയുള്ള വാക്യവിചക്ഷണൻ? ജ്ഞാതാവിനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും പറ്റി പരമമായ തത്വം വിസ്തരിക്കുന്നതിൽ സമർത്ഥനായ വാക്യവിശാരദനായ ഗുരുദേവ എന്ന് ശിഷ്യന്മാര് ഗുരുവിനെ അഭിസംബോധന ചെയ്തു. അപ്പൊ ഗുരു തിരിച്ച് ശിഷ്യന്മാരെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്തത്? പറയുന്നു, ആസ്തികാഹ, അല്ലയോ ആസ്തികന്മാരെ എന്ന് പറയും. ഈ ആസ്തികന്മാരെന്ന് പറഞ്ഞാൽ അസ്തി ഈശ്വര ഇതി മതി യസ്യ സ ആസ്തിക എന്നർത്ഥം. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള ഭാവം. ഈശ്വരൻ ഉണ്ട് എന്ന് ആര് വിശ്വസിക്കുന്നുവോ, ആർക്ക് അംഗീകരിക്കാൻ കഴിയുന്നുവോ, ആ വ്യക്തിയാണ് ആസ്തികൻ എന്ന് പറയുന്നത്. ഗുരുവിന്റെ ദർശനം ഒരു നാസ്തികമല്ല. നാസ്തികം എന്ന് പറയുമ്പോൾ നിഷേധാത്മകമാണ്. ഇവിടെ ഒന്നുമില്ല, സർവ്വതിനും അടിസ്ഥാനമായ ഒരു സത്യം, ഒരു തത്വം ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഈശ്വരീയമായ ആധ്യാത്മികമായ എല്ലാറ്റിനെയും നിഷേധിക്കുന്ന കാഴ്ചപ്പാടാണ് നാസ്തികത. ഗുരുവിന്റെ ദർശനം ഏത് അളവുകോലിൽ നമ്മൾ എങ്ങനെ എടുത്തു നോക്കിയാലും അത് ഉറച്ച ആസ്തികമാണ്, ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ഗുരുദേവൻ മനോഹരമായിട്ട് ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്തു, ആസ്തികാഹ, അല്ലയോ ആസ്തികന്മാരെ. അത അഹം ജ്ഞാതവ്യാൻ ആശ്രമാൻ തേഷാം സാമാന്യധർമാൻ ച ക്രമശഃ സംപ്രവക്ഷ്യാമി. ഇനി ഞാൻ നിങ്ങൾക്ക് ജ്ഞാതവ്യാൻ ആശ്രമാൻ, ജ്ഞാതവ്യാൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടതായ ആശ്രമധർമ്മങ്ങളെക്കുറിച്ചും അവയുടെ സാമാന്യ ധർമ്മങ്ങളെക്കുറിച്ചും ക്രമമായിട്ട് സംപ്രവക്ഷ്യാമി, ക്രമമായിട്ട് പറഞ്ഞു തരാം. ശൃണുത, നിങ്ങൾ കേട്ടാലും എന്ന് ഗുരു പറയുക. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ വീണ്ടും പറയുന്നു, പൂർവാചാര്യ ബ്രഹ്മചര്യം
ഗാർഹസ്ഥ്യം ച തതഃ പരം വാനപ്രസ്ഥം ച സന്യാസം ആശ്രമാംശ്ചതുരോ ജഗുഃ. ഒന്നുകൂടി പറയുന്നു. പൂർവാചാര്യ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം ച തതഃ പരം വാനപ്രസ്ഥം ച സന്യാസം ആശ്രമാംശ്ചതുരോ ജഗുഃ. പൂർവാചാര്യന്മാരാൽ 4 പ്രകാരത്തിലുള്ള ആശ്രമധർമ്മങ്ങളെ പറയപ്പെട്ടു. അതിലൊന്നാണ് ബ്രഹ്മചര്യ ആശ്രമം, 2 ഗാർഹസ്ഥ്യ ആശ്രമമാണ്, അതിനുശേഷം വാനപ്രസ്ഥാശ്രമം വരുന്നു, അതിനുശേഷം സന്യാസാശ്രമം വരുന്നു എന്ന് ഗുരുദേവൻ പറയുന്നു. അപ്പൊ ഇവിടെ ഈ പൂർവാചാര്യന്മാർ എന്നുള്ള വാക്ക് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആശ്രമത്തെക്കുറിച്ച് നിർദ്ധാരണം ചെയ്തത് പൂർവാചാര്യന്മാരാണ്. എന്തുകൊണ്ട്? നോക്കൂ, നമുക്ക് ലഭിക്കുന്ന ഒരു ഐഡന്റിറ്റി, എന്ത് ഐഡന്റിറ്റി? അതായത് ആശ്രമധർമ്മത്തിന്റെ ആധാരത്തിൽ ഞാൻ ബ്രഹ്മചാരിയാണ്, അഥവാ ഞാൻ ഗൃഹസ്ഥാശ്രമിയാണ്, അല്ലെങ്കിൽ ഞാൻ സന്യാസിയാണ്. ഈ ഒരു ഐഡന്റിറ്റി നമുക്ക് ആരാണ് തരുന്നത്? നമ്മെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരുപാട് ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ് എന്നത് നമ്മുടെ ഒരു അടയാളമാണ്, ഒരു ഐഡന്റിറ്റിയാണ്. ഈ ഐഡന്റിറ്റി ആര് തന്നു? ഈ ഐഡന്റിറ്റി ഇന്ത്യയുടെ ഭരണഘടനയാണ് നമുക്ക് തന്നത്. നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് തന്നിരിക്കുന്നു. നിങ്ങളൊരു പുരുഷനാണ്, ഒരു സ്ത്രീയാണ് എന്ന ഐഡന്റിറ്റി പ്രകൃതിയാണ് നൽകിയത്. അങ്ങനെ പല പല ഐഡന്റിറ്റി നമുക്കുണ്ട്. ഇപ്പൊ വ്യവഹാര ലോകത്തിൽ തന്നെ നമുക്ക് ചില യോഗ്യതകളെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്ക് ചില ഐഡന്റിറ്റി കിട്ടുന്നു. നമ്മൾ പഠിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു, പഠിച്ച് വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ ആവശ്യമായ ബിരുദങ്ങൾ നേടുന്നു. അപ്പൊ ആ ബിരുദങ്ങൾ നേടിക്കഴിഞ്ഞാൽ ആ സ്ഥാപനം നമുക്ക് ഒരു ഐഡന്റിറ്റി തരുന്നു, ഡോക്ടർ എന്ന് പറയുന്നത്. ഡോക്ടർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയെ നേടിയെടുക്കാൻ നമുക്ക് അധികാരമില്ല. നമുക്ക് സ്വയം നമ്മളിൽ ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു വൈദ്യനാണ് സ്വയം നമ്മളിൽ ഒരു അടയാളത്തെ കൽപ്പിക്കാൻ കഴിയില്ല. മറിച്ച് ആ അടയാളത്തെ നേടുവാനുള്ള യോഗ്യതയെ നമുക്ക് ആർജിക്കാൻ കഴിയും. ആ യോഗ്യതയെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സവിധത്തിൽ ചെന്ന് നമ്മൾ ആ യോഗ്യതയെ ആർജിക്കുന്നു. ആ യോഗ്യതയെ ആർജിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനം, ആ അതോറിറ്റിയാണ് നമുക്ക് എന്ത് തരുന്നത്? ആ ഒരു അടയാളം തരുന്നത്. നിങ്ങൾ ഡോക്ടറാണെന്നുള്ള അടയാളം തരുന്നത്. അങ്ങനെ ഐഡന്റിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കർത്തവ്യത്തെ നിശ്ചയിക്കപ്പെടുന്നു. ഈ ഐഡന്റിറ്റിയുടെ ആധാരത്തിലാണ് നമുക്ക് കർത്തവ്യം ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിക്ക് വൈദ്യശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളും അറിയാമെന്നെങ്കിലും ഒരു അതോറിറ്റി ആ വ്യക്തി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, ഒരു പദവി കൊടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്റെ കർത്തവ്യം, തന്റെ യോഗ്യതക്കനുസരിച്ചുള്ള കർത്തവ്യത്തെ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മള് ഭാരതീയ പൗരനാകാനുള്ള യോഗ്യത നമ്മൾ നേടിയെടുത്തു. ആ യോഗ്യത നേടിയെടുത്തത് കൊണ്ട് ഒരു അതോറിറ്റിയാണ് നമുക്ക് ഭാരതീയ പൗരൻ എന്ന ആ അടയാളം നൽകിയത്. ആ അടയാളം ലഭിച്ചതിന് ശേഷം നമുക്ക് ഒരു കർത്തവ്യമുണ്ട്, കടമകളുമുണ്ട്. അതേപോലെ നമുക്ക് ഒരുപാട് അവകാശങ്ങളുമുണ്ട് ഒരു ഭാരതീയ പൗരൻ എന്ന രീതിയിൽ. അപ്പൊ നമുക്ക് ആ ഐഡന്റിറ്റി ഇല്ലെങ്കിൽ കർത്തവ്യങ്ങളുമില്ല, അവകാശങ്ങളുമില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്കിവിടെ കടമകൾ ചെയ്യാൻ സാധിക്കില്ല, അതേപോലെ അവകാശങ്ങൾ നേടാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മാനുഷികമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമുക്കൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള ഐഡന്റിറ്റി ഇവിടെ ഇല്ലെങ്കിൽ പോലും ഈ രാജ്യത്ത് ഒരു മനുഷ്യനാണ് എന്ന് പ്രകൃതി നമുക്ക് കൽപ്പിച്ചു നൽകിയ ഒരു ഐഡന്റിറ്റി. അതുകൊണ്ട് മാനുഷികമായ രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന അതിന്റെ യോഗ്യതക്കനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഏതൊരു ഐഡന്റിറ്റിയും നാം സ്വയം നമുക്ക് കൽപ്പിച്ചതല്ല, മറിച്ച് മറ്റൊരു അതോറിറ്റി നമുക്ക് നൽകിയതാണ്. അപ്പൊ ഇവിടെയാണ് ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ബ്രഹ്മചാരിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഗൃഹസ്ഥനാണ്, ഞാൻ സന്യാസിയാണ്. ഈ അതോറിറ്റി നമുക്ക് ആരാണ് നൽകിയത്? നമ്മളിൽ ആരാണ് കൽപ്പിച്ചത്? ഏതെങ്കിലും നിയമ സംവിധാനമാണോ? അല്ലെങ്കിൽ ഭരണഘടനയാണോ?
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമ സംഹിതകളാണോ ഒരാളെ ബ്രഹ്മചാരിയാണെന്നും ഒരാളെ ഗൃഹസ്ഥനാണെന്നും ഒരാളെ വാനപ്രസ്ഥിയാണെന്നും എന്ന് കൽപ്പിച്ചത്? അപ്പൊ അവിടെയാണ് ഈ വാക്കിന് നമ്മൾ പഠിക്കേണ്ടത്, പൂർവാചാര്യാഹ എന്ന വാക്കിന്. പൂർവാചാര്യന്മാരാൽ കൽപ്പിക്കപ്പെട്ട ഈ ആശ്രമധർമ്മങ്ങൾ എന്ന് ഗുരു പറയുന്നു. പൂർവാചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശ്രമധർമ്മങ്ങളെ ഏതൊരു ശാസ്ത്രമാണോ ഏതൊരു ദർശനമാണോ കൽപ്പിച്ചത്, ആ ആ ദർശനമാണ് നമുക്ക് ഈ തിരിച്ചറിവ് തരുന്നത്, ഈ ഐഡന്റിറ്റി തരുന്നത്, ഈ അടയാളം തരുന്നത്. ഇവിടെ നിലനിന്നിരുന്ന അനാദിയായി നിലനിന്നിരുന്ന ധർമ്മശാസ്ത്രങ്ങൾ, ആ ധർമ്മശാസ്ത്രങ്ങളെ അധ്യയനം ചെയ്ത ഗുരുജനങ്ങൾ, ആ ഗുരുജനങ്ങളെയാണ് ഗുരുദേവൻ മുഴുവനായിട്ടും പൂർവാചാര്യൻ എന്ന വാക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് കേവലം ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങൾ സചേതനങ്ങളാകുന്നത് ആ ഗ്രന്ഥങ്ങളെ അധ്യയനം ചെയ്ത് അതിനെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരിലൂടെയാണ്. അങ്ങനെയുള്ള പൂർവാചാര്യന്മാരായ ഗുരുനാഥന്മാർ, ശാസ്ത്രമാണ്, ഗ്രന്ഥമാണ് നമുക്ക് ആശ്രമധർമ്മത്തെ വിധാനം ചെയ്തത്. അപ്പൊ ആ ശാസ്ത്രം കൽപ്പിച്ചിട്ടുള്ള യോഗ്യതകളെ നാം ആർജിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡന്റിറ്റി പ്രാപ്തമാവുകയാണ്, നാം ഗൃഹസ്ഥനാണെന്നുള്ളത്. അല്ലാതെ കേവലം കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് കൊണ്ട് ഒരാള് ഗൃഹസ്ഥാശ്രമിയായി തീരുന്നില്ല. കേവലം കാവ്യവസ്ത്രത്തെ ധാരണ ചെയ്തതുകൊണ്ട് ഒരാൾ സന്യാസിയായിട്ട് മാറുന്നില്ല. നമുക്ക് കാവ്യവസ്ത്രം എല്ലായിടത്തും കിട്ടും. കാവ്യവസ്ത്രം വാങ്ങി ഒരു മുണ്ട് ധരിച്ച് ഒരു ഉത്തരീയം ധരിച്ചു കഴിഞ്ഞാൽ അയാൾ സന്യാസ ആശ്രമിയാകുന്നില്ല. അതേപോലെ അക്കാഡമിക്കലായിട്ട് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ആ പഠന കാലയളവിൽ അദ്ദേഹത്തെ ബ്രഹ്മചാരി എന്നും പറയാനും സാധിക്കുന്നില്ല. ഈ യോഗ്യത നമുക്ക് തരുന്നത് ധർമ്മശാസ്ത്രങ്ങളാണ്. ആ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏതോ 5000 കൊല്ലം മുമ്പുണ്ടായ ഏതോ ശാസ്ത്രം എന്ന് കൽപ്പിക്കരുത്, ചിന്തിക്കരുത്. മറിച്ച് ശ്രീനാരായണ ധർമ്മം എന്ന ഈ കൃതിയും എന്താണ്? ഒരു ധർമ്മശാസ്ത്രമാണ്. ആ ധർമ്മശാസ്ത്രം ഗുരുവിന്റെ വചനങ്ങളാണ്. ആ ഗുരുവിന്റെ വചനങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. ആ ഗ്രന്ഥത്തെ നാം അധ്യയനം ചെയ്യുന്ന വേളയിൽ ഗുരുദേവൻ നമുക്ക് കൽപ്പിക്കുന്നു ഇന്നിന്ന യോഗ്യതകൾ എന്ന് മനസ്സിലാക്കാം. പറഞ്ഞു വരുന്നത്, ധർമ്മശാസ്ത്രങ്ങളിൽ ഒരു ബ്രഹ്മചാരി എപ്രകാരമായിരിക്കണം, ഒരു സന്യാസി എപ്രകാരമായിരിക്കണം, ഒരു ഗൃഹസ്ഥൻ എപ്രകാരമായിരിക്കണം എന്നിവയുടെ യോഗ്യതയെ പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യതയെ നാം ആർജിക്കുന്ന വേളയിൽ നമുക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി ലഭിക്കുകയാണ്. ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്. അല്ലാതെ നമുക്ക് സാമാന്യമായിട്ട് എല്ലാവരെയും ഒരു ആലങ്കാരികമായിട്ട് ഔപചാരികമായിട്ട് ഗൃഹസ്ഥൻ എന്ന് പറയാം. ഞങ്ങൾ എല്ലാവരും ഗൃഹസ്ഥന്മാരല്ലേ എന്നൊക്കെ പറയാം. പക്ഷെ ഗൃഹസ്ഥന്മാരാകണമെങ്കിൽ, ഗൃഹസ്ഥാശ്രമി ആകണമെങ്കിൽ അതിനൊരു യോഗ്യതയുണ്ട്. ആ യോഗ്യതയെ നാം സമാർജിക്കുമ്പോൾ നമുക്ക് ഒരു പദവി ലഭിക്കുന്നു, ഗൃഹസ്ഥാശ്രമി. ആ പദവി ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കർത്തവ്യം നമുക്ക് നിർദ്ധാരണം ചെയ്യപ്പെടും. അപ്പൊ എന്തൊക്കെയാണ് ആ യോഗ്യതകൾ? ആ യോഗ്യതകൾക്ക് അനുസരിച്ചുള്ള കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഗുരുദേവൻ മുന്നോട്ട് സവിസ്തരം പറയുന്നു. ഈ അധ്യായത്തിൽ 4 ആശ്രമങ്ങളെയും ഒരു സാമാന്യമായ കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞ് അടുത്ത അധ്യായം തൊട്ട് ബ്രഹ്മചര്യാശ്രമം, അതേപോലെ ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, വാനപ്രസ്ഥമില്ല സന്യാസം തുടങ്ങിയവയെ കുറിച്ച് വിസ്തരിച്ച് പറയും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ഭാരതത്തില് പണ്ട് കാലം മുതൽ, പ്രാചീന കാലം മുതൽ ഈ 4 ആശ്രമ വ്യവസ്ഥിതികൾ ഉണ്ടായിരുന്നു. ആ ആശ്രമ വ്യവസ്ഥിതികളിൽ ഏതൊരു വ്യക്തിയും ആദ്യം ബ്രഹ്മചാരിയായിരിക്കും. ബ്രഹ്മചാരി മീൻസ് മുന്നോട്ട് ഗുരു അവിടെ പറയുന്നുണ്ട് വിസ്തരിച്ച്. എങ്കിലും ഒരു ഗുരുകുലത്തിൽ താമസിച്ച് സംയമനത്തോടെ ജീവിതത്തെ ഒരു നിയമനം ചെയ്ത് ശാസ്ത്രങ്ങളെ അധ്യയനം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്ന് മനസ്സിലാക്കും. അതിനുശേഷം അദ്ദേഹം വിവാഹ സംസ്കാരം ചെയ്ത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു. അതിനുശേഷം വാനപ്രസ്ഥത്തിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞ് സന്യാസിയാകും. പണ്ട് ഭാരതത്തിലെ എല്ലാ സന്യാസിമാരും തന്നെ ഗൃഹസ്ഥന്മാരായിരുന്നു. ഒരിക്കലും ഗൃഹസ്ഥന്മാരല്ലാത്ത ഒരു സന്യാസി ഉണ്ടായിരുന്നില്ല. കാരണം 4 ആശ്രമങ്ങളെയും ക്രമമായിട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ പഴയകാല ഋഷിമാരെടുത്ത് നോക്കും, എല്ലാ ഋഷിമാരും ഭാര്യാസമേതരായിരുന്നു. പല ഋഷിമാർക്കും 1-ൽ കൂടുതൽ ഭാര്യമാരും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ യാജ്ഞവൽക്യ മഹർഷി, അതേപോലെ വസിഷ്ഠൻ, ഏത് ഋഷി, ഏത് മഹർഷിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഭാര്യ ഇല്ലാതെ
ബ്രഹ്മചാരിയായിരിക്കുന്ന ഒരു മഹർഷിയെ ഋഷിയെ കാണാൻ സാധിക്കില്ല. വളരെ അപൂർവമായിട്ട്, സനകാദികളെ പോലെ വളരെ അപൂർവമായിട്ട് മാത്രം. പക്ഷെ സാമാന്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഗൃഹസ്ഥന്മാരായിരുന്നു. ഗൃഹസ്ഥന്മാരായതിനു ശേഷമാണ് അവർ സന്യാസത്തിലേക്ക് കടന്നത്. പിന്നീട് ആ സിസ്റ്റത്തിന് ഒരു മാറ്റം വന്നു. ആ സിസ്റ്റത്തിന് മാറ്റം വന്നില്ല. ആ സിസ്റ്റത്തെ വേറൊരു രീതിയിലേക്ക് മാറ്റി. എങ്ങനെ മാറ്റി? അതായത് ബ്രഹ്മചര്യ ആശ്രമത്തിൽ, ഗുരുകുലത്തിൽ ഗുരുവിന്റെ കൂടെ താമസിച്ച് വിദ്യ അഭ്യസനം ചെയ്യുന്ന ഒരു ബ്രഹ്മചാരി. ആ ബ്രഹ്മചാരിക്ക് വിവാഹ സംസ്കാരം ചെയ്യാതെ, വാനപ്രസ്ഥത്തിലേക്ക് പോകാതെ നേരിട്ട് സന്യാസിയാകാം എന്നൊരു സിസ്റ്റം ഉണ്ടായി. അതുണ്ടാകാനുള്ള കാരണം, ഇവിടെ ഒരു കാലത്ത് ബുദ്ധമതത്തിന് വലിയ ഒരു പ്രചരണം വന്നിരുന്നു. 32,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന വൈദിക മതം, ആ വൈദിക മതത്തെയും മറികടന്ന് വളരെ വ്യാപകമായിട്ട് ബുദ്ധന്റെ ദർശനങ്ങൾ പ്രചരിക്കുകയും ഒരു സംഘടിത മതം എന്ന രീതിയിൽ ബുദ്ധമതത്തിന് ഭാരതത്തിൽ വലിയൊരു സ്വീകാര്യത വരികയും ചെയ്തു. വലിയ സ്വീകാര്യത. അതിൻ്റെ ഒരു മുഖ്യമായ കാരണം, ബുദ്ധമതത്തെ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി, അതിനെ ചലിപ്പിക്കുവാൻ വേണ്ടിയുള്ള പുരോഹിതന്മാരിൽ മഹാഭൂരിഭാഗവും പരിപൂർണമായും എല്ലാറ്റിനെയും ഉപേക്ഷിച്ച്, പരിപൂർണമായും സർവ വ്യവഹാരത്തിൽ നിന്നും മാറി കേവലം ധർമ്മപ്രചാരണത്തിൽ മാത്രം മുഴുകിയിരുന്ന കല്യാണം കഴിക്കാത്ത ഭിക്ഷുക്കളായിരുന്നു. കല്യാണം കഴിക്കാത്ത, വിവാഹ സംസ്കാരം ചെയ്യാത്ത ഒരു സന്യാസ കൂട്ടായ്മയെ ആദ്യമായിട്ട് രൂപപ്പെടുന്നത് ബുദ്ധഭഗവാനാണ്. ബുദ്ധഭഗവാൻ മീൻസ് ബുദ്ധന്റെ കാലശേഷം ഉണ്ടായ ഒരു സംഘമുണ്ട്, ശിഷ്യ സംഘമുണ്ട്. അതിന് ഭിക്ഷു സംഘം എന്ന് പറയും. ആ ഭിക്ഷു സംഘത്തിൽ ചെറുപ്പക്കാർ വ്യാപകമായിട്ട് വന്നു. അവര് ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് കടക്കാതെ നേരിട്ട് എല്ലാം ഉപേക്ഷിച്ച് സന്യാസിമാരായി. അങ്ങനെ ഒന്നും രണ്ടും ഒന്നല്ല, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഭിക്ഷു സംഘങ്ങൾ ഭാരതത്തിലുണ്ട്. ഇത് ബുദ്ധമതത്തിന്റെ വളർച്ചയ്ക്ക് വലിയൊരു കരുത്ത് നൽകി. എന്തുകൊണ്ട്? കാരണം ഏതൊരു പ്രസ്ഥാനത്തിന്റെയും മതത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു ആശയത്തിന്റെയും വളർച്ചയ്ക്ക് പൂർണ്ണ സമയം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുടെ സംഭാവന എല്ലാ കാലവും വേണം. ഇപ്പൊ ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് അവർക്ക് ഒരു ആശയത്തിന് വേണ്ടി, ഒരു വിശ്വാസത്തെ, അവരുടെ ഒരു മതത്തിന് വേണ്ടി പൂർണ്ണമായും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം, വിശ്വാസമുണ്ട്, ആദരവുണ്ട്, മതപരമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. പക്ഷെ മതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ധർമ്മ പ്രചരണത്തിന് വേണ്ടി പരിപൂർണമായും സമയം നീക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ കുടുംബത്തെ പരിപാലിക്കണം. കുടുംബത്തെ പരിപാലിക്കുക എന്ന് പറയുന്ന വലിയ ഒരു കർത്തവ്യമാണ്, വലിയൊരു ദൗത്യമാണ്. അപ്പൊ ആ ദൗത്യത്തെ നിറവേറ്റുവാൻ അവരുടെ ജീവിതത്തിൽ വലിയൊരു സമയം അവർക്ക് അതിന് മാറ്റിവെക്കണം. ശേഷിക്കുന്ന ഒരല്പസമയം അവർ ധർമ്മപ്രചരണത്തിൽ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ധർമ്മപ്രചരണം സംഭവിക്കില്ല. ഒരു ശരാശരി, ഒരു ആവറേജ് വേഗതയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ബുദ്ധന്റെ കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പരിപൂർണ സമയം പ്രവർത്തിക്കുന്ന ഭിക്ഷുക്കൾ വ്യാപകമായി. അപ്പൊ അന്ന് നിലനിന്നിരുന്ന വൈദിക ഹിന്ദുമതത്തിന് വലിയ ക്ഷീണം സംഭവിച്ചു. ഭാരതത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ബുദ്ധമതത്തിന് വലിയ വ്യാപനം വന്നു. ജനസംഖ്യയിൽ ഒരു മഹാഭൂരിപക്ഷം പേരും എന്ത് സംഭവിച്ചു? മഹാഭൂരിപക്ഷം പേരും ബുദ്ധമത അനുയായികളായി മാറി. ഒരു കഥയുണ്ട്, അത് ചരിത്രമാണോ കഥയാണോ എന്ന് അറിയില്ല, എങ്കിലും ഒരു കഥയുണ്ട്, ആചാര്യമായി പറയുന്ന കാര്യം. ഒരിക്കല് കാശിയിലൂടെ ഒരു ഋഷി, ഒരു യുവാവ്, ഒരു യുവയോഗി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ യുവയോഗിയുടെ പേര് കുമാരില ഭട്ടൻ എന്നാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. വലിയൊരു പൂർവമീമാംസ വക്താവായിരുന്നു. വലിയൊരു ഋഷിതുല്യനായ വ്യക്തിയാണ്. അപ്പൊ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാശി കൊട്ടാരമുണ്ട്. കാശി പഴയ നഗരിയാണ്, അതിപ്രാചീനമായ നഗരിയാണ്. ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിന് താഴെത്തിയപ്പോൾ തന്റെ ദേഹത്ത് വെള്ളം വീണതായിട്ട് ആ യുവയോഗിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മഴയൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് എന്റെ ദേഹത്തേക്ക് വെള്ളം വീണത് എന്നറിയാൻ വേണ്ടി മേൽപോട്ട് നോക്കി. മേൽപോട്ട് നോക്കിയ സമയത്ത് ഒരു പെൺകുട്ടി, ഒരു കുമാരിയായ പെൺകുട്ടി വളരെ ദുഃഖിതയായിട്ട് കരയുന്നു. ആ പെൺകുട്ടിയുടെ വേഷഭാവങ്ങളിൽ നിന്ന് ഈ യോഗിക്ക് മനസ്സിലായി അത് കാശിയിലെ രാജകുമാരി തന്നെയാണ്. കാശി രാജകുമാരി വളരെ ദുഃഖിതയായിട്ട് കരയുന്നു. ആ കണ്ണുനീരാണ് ഈ യോഗിയുടെ ദേഹത്ത് പതിച്ചത്. ഉടനെ യോഗി ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഭഗവതിയുടെ ദുഃഖത്തിന്റെ കാരണം
അതെന്തായാലും നിശ്ചയമായും ഞാൻ മാറ്റിത്തരും എന്ന് പറഞ്ഞു. കാരണം ഒരു പെൺകുട്ടിയുടെ കണ്ണുനീർ എന്റെ ദേഹത്ത് പതിച്ചു കഴിഞ്ഞാൽ അത് എനിക്കുള്ള ഈശ്വരീയമായ നിർദ്ദേശമാണ് ഈ കണ്ണുനീരിന്റെ കാരണത്തെ നിവാരണം ചെയ്യണമെന്നുള്ളത്. അപ്പൊ പറഞ്ഞു, അങ്ങയുടെ കാരണം പറയും, ഏത് കാരണം കൊണ്ടാണ് അങ്ങ് ദുഃഖിക്കുന്നത്, ഞാൻ അതിനെ മാറ്റാമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞു, സനാതനമായ വൈദിക ധർമ്മം പരിപൂർണമായിട്ട് നഷ്ടത്തിലേക്ക് പോവുകയാണ്, ശോഷിക്കുകയാണ്. ബുദ്ധധർമ്മം വ്യാപിക്കുന്നു, എമ്പാടും ബുദ്ധധർമ്മം വ്യാപിക്കുന്നു. ഇവിടെ അനാദികാലമായി നിലനിന്നിരുന്ന വൈദിക ഹിന്ദുമതത്തിന് വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. വൈദിക ധർമ്മത്തിന് ഈ പതനം കണ്ട് എനിക്ക് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. ഈ ധർമ്മത്തെ ആര് വീണ്ടെടുക്കും, ഇതിനൊരു രക്ഷയുണ്ടോ എന്ന് ആ കുട്ടി പറഞ്ഞു വിലപിക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് അറിയുന്നത് വലിയ ഉദാത്തമായ ഒരു ദർശനത്തിന്, ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ യുവതിക്ക് വലിയ സന്തോഷം ഉണ്ടായി. കാരണം എല്ലാവരും തന്നെ അവരുടെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ദുഃഖിക്കും. പക്ഷെ വലിയ ഒരു ആശയത്തിന് വേണ്ടി തന്റെ മതം, തന്റെ ധർമ്മം ഇതാ ലോപിക്കുന്നു, അതിനി ഒരു രക്ഷ എന്നാണ് ഉണ്ടാവുക എന്ന രീതിയിൽ ദുഃഖിക്കുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടായി. ഇദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഈ അങ്ങയുടെ ദുഃഖത്തിന്റെ ഈ ഹേതുവിനെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. പിന്നീട് വാസ്തവത്തിൽ ഭാരതത്തിൽ നിന്ന് ബുദ്ധമതം അപ്രസക്തമാകാൻ വലിയൊരു കാരണം കുമാരില ഭട്ടനാണ്. കുമാരില ഭട്ടൻ ബുദ്ധ മഠങ്ങളിൽ പോയി ബൗദ്ധധർമ്മത്തെ വളരെ ആധികാരികമായിട്ട് പഠിച്ച് ആ ബുദ്ധധർമ്മത്തെ സൈദ്ധാന്തികമായിട്ടും മറ്റും ഖണ്ഡിച്ച് ബുദ്ധധർമ്മത്തിന് ഇന്ന് കാണുന്ന രീതിയിൽ ഭാരതത്തിൽ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലങ്ങളിലേക്ക് അതിനെ അപ്രസക്തമാക്കിയത് കുമാരില ഭട്ടനാണ്. കുമാരില ഭട്ടൻ ഏതാണ്ട് ബുദ്ധധർമ്മത്തെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്ത്, നിഷ്കാസനം മീൻസ് ഏതെങ്കിലും ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് ഓടിക്കുന്ന രീതിയല്ല പണ്ടത്തെ ഭാരതീയർ, മറിച്ച് ആശയങ്ങളെ കൊണ്ട് വെച്ച് സമർപ്പിച്ച് ആ ആശയങ്ങൾക്കുമേൽ ജയിക്കുന്ന രീതിയാണ്. അങ്ങനെ കുമാരില ഭട്ടന് ശേഷം ശങ്കരാചാര്യ സ്വാമികൾ വന്ന് ശങ്കരാചാര്യ സ്വാമികളുടെയും പ്രവർത്തനം കൊണ്ട് ബുദ്ധധർമ്മത്തിന് വലിയൊരു ശോഷണം ഒരു പരിപൂർണതയിലേക്ക് വന്നു. നോക്കൂ, നമ്മുടെ ഭാരതത്തിലാണ് ബുദ്ധമതം ഉണ്ടായതെങ്കിലും ആ ബുദ്ധമതം ഇന്ന് മറ്റു പല രാജ്യങ്ങളിലും വലിയ ശക്തമായിരിക്കുന്നത്, ജപ്പാനിലും ചൈനയിലും ശ്രീലങ്കയിലും ഒക്കെ ഏറ്റവും ശക്തമായി തീരേണ്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് ഭാരതത്തിലാണ്. കാരണം ഭാരതത്തിൽ ഉണ്ടായ ഒരു മതമാണ്, ഭാരതത്തിൽ വലിയ പ്രാചുര്യമുണ്ടായ മതമാണ്, വലിയ പ്രാധാന്യമുണ്ടായ മതമാണ്. പക്ഷേ പൂർവാചാര്യന്മാരായ ഭാരതീയ വൈദിക പാരമ്പര്യയിൽപ്പെടുന്ന ഋഷിമാര് അവര് എന്തു ചെയ്തു, അവര് ബുദ്ധമതത്തെ ആശയപരമായി അതിനെ നേരിട്ടു. അതിന്റെ ഫലമായിട്ട് ബുദ്ധമതത്തിന് വലിയ ശോഷണം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുമാരില ഭട്ടന് ശേഷം ഈ ബുദ്ധമതത്തിന്റെ പ്രഭാവത്തെ കുറയ്ക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ശങ്കരാചാര്യ സ്വാമികൾ. അപ്പൊ ശങ്കരാചാര്യ സ്വാമികൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ബുദ്ധമതത്തിന് ഇത്ര വലിയൊരു വ്യാപനം ഉണ്ടായത്. കാരണം ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിന്റെ ലോകയാത്രയിൽ ഭാരതത്തിലുടനീളം സഞ്ചരിച്ച വ്യക്തിയാണ്. ഭാരതത്തിലുടനീളം സഞ്ചരിക്കുന്ന സമയത്ത് ബുദ്ധമതത്തിന്റെ വലിയ പ്രഭാവത്തെ കണ്ട് അത്ഭുത തന്ത്രനായി പോയി. ഇത്രയ്ക്കധികം എങ്ങനെയാണ് ഒരു മതത്തിന് കുറഞ്ഞ കാലം കൊണ്ട് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത്? എല്ലാ ഗ്രാമങ്ങളിലും ബുദ്ധവിഹാരങ്ങളും, എല്ലാ നഗരങ്ങളിലും രാജാക്കന്മാർ പോലും ബുദ്ധമതത്തിനെ സ്വീകരിക്കുന്നു, ബുദ്ധമതത്തിന്റെ പ്രചാരകരായിട്ട് മാറുന്നു. വലിയ അതിശയം തോന്നി. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഈ മതത്തെ ഇതിനെ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി പരിപൂർണമായ സമയം ഈ ഒരു കർത്തവ്യത്തിന് വേണ്ടി മാറ്റിവെച്ച ഭിക്ഷു സംഘത്തിന്റെ പ്രവർത്തനമാണ് ഇതിന് ഇത്ര വ്യാപനം കൊടുത്തത്. കാരണം കല്യാണം കഴിക്കാതെ മറ്റൊരു ഉത്തരവാദിത്വവും ഏൽക്കാതെ ധർമ്മപ്രചരണം എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങിയ അനേകായിരം ലക്ഷക്കണക്കിന് ബുദ്ധ ഭിക്ഷു സന്യാസിമാരുണ്ട്. അവരുടെ യാത്രയിലൂടെയാണ് ഈ മതത്തിന് ഇത്ര വലിയ വ്യാപനമാണ്. അതുകൊണ്ട് വൈദികമായിരിക്കുന്ന മതവും ഭാവിയിൽ എന്ത് വേണം, പരിപൂർണ സമയം അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധരായ, വിവാഹാദി ബന്ധനങ്ങളിൽ നിന്ന് രക്ഷ നേടിയ ഒരുപാട് സന്യാസിമാരുണ്ടാകണം. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികളാണ് ഈ 4 ആശ്രമങ്ങളെ അതിനെ ചെറുതായി ഒന്ന് പരിവർത്തനപ്പെടുത്തി വീണ്ടും അവതരിപ്പിച്ചത്. അദ്ദേഹം എന്ത് ചെയ്തു, ബ്രഹ്മചര്യ ആശ്രമത്തിന് ശേഷം, ബ്രഹ്മചാര്യാദിന് ശേഷം വിവാഹധർമ്മത്തിലേക്ക് കടക്കാതെ നേരിട്ട് സന്യാസത്തിലേക്ക് പോകാമെന്ന് കൽപ്പിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം ദശനാമി സമ്പ്രദായം എന്ന പേരിൽ ഒരു സന്യാസ സമ്പ്രദായത്തെ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ഭാരതത്തിൽ കാണുന്ന സന്യാസിമാരിൽ 98% ശങ്കരാചാര്യ സ്വാമികൾ ഉണ്ടാക്കിയ ദശനാമി സമ്പ്രദായത്തിൽപ്പെടുന്ന സന്യാസിമാരാണ്. അപ്പൊ നമ്മൾ ഇന്ന് സന്യാസിമാരെ കാണുന്ന സമയത്ത് അവരിൽ ഭൂരിഭാഗവും വിവാഹം കഴിക്കാതെ സന്യാസിമാരായിരുന്ന വ്യക്തിയാണ്. അതിന് തുടക്കം കുറിച്ചത് ശങ്കരാചാര്യ സ്വാമികളാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു,
ഇങ്ങനെ ഈ രീതിയിൽ ബുദ്ധമതത്തെ പോലെ അനേകായിരം ലക്ഷക്കണക്കിന് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പരിപൂർണ മുക്തരായ ചെറുപ്പക്കാരായ സന്യാസിമാരുടെ കൂട്ടം വേണം എന്ന് കരുതിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് നേരിട്ട് മറ്റ് 2 ആശ്രമങ്ങളെയും സ്പർശിക്കാതെ സന്യാസത്തിലേക്ക് നേരിട്ട് കടക്കാം എന്നൊരു വിധി, എന്നൊരു വഴി, എന്നൊരു സിസ്റ്റം ഉണ്ടാക്കി. അതിനെ തുടർന്ന് പിന്നീട് ഗൃഹസ്ഥന്മാരല്ലാത്ത മീൻസ് വിവാഹം കഴിക്കാത്ത ഒരു സന്യാസിമാരെ ഒരു ആധിക്യം നമുക്ക് കാണാൻ സാധിച്ചു. അതിന്റെ കാരണം ബുദ്ധമതത്തിനെ പ്രതിരോധിക്കുവാനും സനാതന ധർമ്മത്തിന്റെ ധർമ്മപ്രചരണം ഊർജിതമാക്കുവാനും വേണ്ടി ചെയ്ത ഒരു വഴിയായിരുന്നു. ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ബ്രഹ്മചാരിയാണ്, ഒരു സന്യാസിയാണ്, ഒരു ഗൃഹസ്ഥനാണ് എന്നുള്ള ഐഡന്റിറ്റി തരുന്നത് ധർമ്മശാസ്ത്രങ്ങളാണ്. ആ ധർമ്മശാസ്ത്രങ്ങളിൽ ശ്രീനാരായണ ധർമ്മം ഉൾപ്പെടുന്നു. ഒരിക്കലും ധർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ പ്രാചീനമായ ശാസ്ത്രം മാത്രമാണെന്ന് കരുതരുത്. ഗുരുദേവ തൃപാദങ്ങളുടെ ഋഷിമാരുടെ എല്ലാം വചനങ്ങൾ, ആ വചനങ്ങളെല്ലാം തന്നെ എന്താണ്? ധർമ്മശാസ്ത്രങ്ങളാണ്. ആ ധർമ്മശാസ്ത്രങ്ങളിൽ ഒരു ഗൃഹസ്ഥനായിരിക്കേണ്ടുന്ന ഒരു ഗൃഹസ്ഥൻ എന്ന് പറയുന്ന ഐഡന്റിറ്റി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള യോഗ്യതകളെ കുറിച്ച് പറയും. ആ യോഗ്യതകളെ ആർജിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം, നമ്മുടെ കടമ. അതിന് ആർജിച്ചു കഴിഞ്ഞാൽ നാം ഒരു ഗൃഹസ്ഥനായി. അല്ലാതെ വിവാഹം കഴിച്ചുകൊണ്ട് ആരും ഗൃഹസ്ഥനാകുന്നില്ല. കാവ്യ വസ്ത്രത്തെ ധാരണ ചെയ്തുകൊണ്ട് ആരും തന്നെ സന്യാസിയാവുന്നില്ല. ഗുരുദേവൻ അവസാനത്തെ അധ്യായത്തിൽ സന്യാസം എന്ന് പറയുന്ന അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാവ്യ വസ്ത്രത്തെ ധാരണ ചെയ്താൽ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് കാവ്യ ധരിച്ചാൽ അയാൾ സന്യാസാശ്രമമായി തീരുന്നു? ഒരിക്കലുമില്ല. അത് മുന്നോട്ട് ഗുരു പറയുകയാണ്. തഥാപ്യവഹിത പ്രജ്ഞാ കാലേയസ്മിന്നാശ്രമാസ്ത്രയാ പര്യാപ്ത ഏവമേവാം സംസ്ത്രയകാലേ വിവൈദികേ. 125 ശ്ലോകമാണ്. അതിൽ പറയുന്നു, അപ്രകാരമാണെങ്കിലും അവഹിത പ്രജ്ഞ, അല്ലയോ അവധാനമുള്ള ബുദ്ധിയുള്ളവരെ. അപ്രകാരമാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 4 പ്രകാരത്തിലുള്ള ആശ്രമങ്ങളെ പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. ഇങ്ങനെ 4 പ്രകാരത്തിലുള്ള ആശ്രമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ചിന്തിക്കുന്ന ബുദ്ധിയുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ആ കാര്യം? അസ്മിൻ കാലേ ത്രയ ആശ്രമ പര്യാപ്ത ഏവ എന്ന് ഗുരു പറഞ്ഞു. ഈ കാലത്തിൽ 3 ആശ്രമങ്ങൾ മതിയാകും. വൈദിക കാലേ അഭി ത്രയ ആസൻ. ഇനി വൈദികമായ കാലഘട്ടത്തിലും ഈ 3 ആശ്രമങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. നമ്മുടെ ആശ്രമങ്ങളുടെ ശ്രേണിയിൽ നമുക്കറിയാം, ആദ്യം ബ്രഹ്മചര്യ ആശ്രമമാണ്, അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം, അത് കഴിഞ്ഞൊരു വാനപ്രസ്ഥാശ്രമം വരുന്നു, പിന്നെയാണ് സന്യാസാശ്രമം. ഗുരു പറയുന്നു, ഈ 4 ആശ്രമങ്ങളിൽ 3 ആശ്രമത്തിലാണ് പ്രസക്തി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 3 ആശ്രമങ്ങൾ? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, തേ ബ്രഹ്മചര്യ ഗാഹസ്ഥ്യ സന്യാസ ഇതി മേ മതി. 126 ശ്ലോകത്തിലാണ്. മേ മതി, എന്റെ അഭിപ്രായം ഇതാണ്. എന്താണ് അഭിപ്രായം? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം, ഇത് 3ഉമാണ് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യമുള്ളത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഗുരു പറയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് വാനപ്രസ്ഥത്തെ ഒഴിവാക്കിയത്? വാനപ്രസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, നമ്മൾ ഈ ആശ്രമ ധർമ്മങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വ്യക്തി ആദ്യമായിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ആ വ്യക്തി ആദ്യം ബ്രഹ്മചര്യാശ്രമത്തെ സ്വീകരിക്കുന്നു ഗുരുകുല കാലത്തിൽ. അതിനുശേഷം സമാവർത്തനാദി വിവാഹ സംസ്കാരങ്ങൾ ചെയ്ത് ഗൃഹസ്ഥാശ്രമിയായിട്ട് തീരുന്നു. ഗൃഹസ്ഥാശ്രമിയായി തീർന്നു കഴിഞ്ഞാൽ ഉടനെ സന്യാസത്തിലേക്ക് പോകാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. 4ാമത്തെ ആശ്രമമാണ് സന്യാസം. വർഷങ്ങളോളം വീട്ടിൽ ഭാര്യയും മക്കളുമായി കഴിഞ്ഞ് മമത ബന്ധങ്ങളൊക്കെ വളരെ ദൃഢമായിരിക്കും. അങ്ങനെ ദൃഢമായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് സന്യാസത്തിലേക്ക് പോകാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. കാരണം വർഷങ്ങളോളം തന്റെ ഭാര്യ, മക്കള്, പേരക്കുട്ടികള് ഇവരുടെ കൂടെ ജീവിച്ച് അടുത്ത വെള്ളിയാഴ്ച തന്നെ സന്യാസമാണ് എന്ന് കരുതി ഒറ്റ ദിവസം കൊണ്ട് ഇവരെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് സന്യാസത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് പൂർവാചാര്യന്മാർ ഒരു സിസ്റ്റം ഇടക്ക് വെച്ചു. ഗൃഹസ്ഥ ജീവിതത്തിന് ശേഷം എന്ത് വേണം? കുറച്ച് വർഷങ്ങൾ, കുറച്ച് കാലങ്ങൾ ആ ഗൃഹസ്ഥ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയ ദൃഢമായ ബന്ധനങ്ങളുടെ കെട്ടുകൾ, ആ കെട്ടുകളെ ഒന്ന് ഇല്ലാതാക്കാനും ആന്തരിക ശുദ്ധിക്ക് വേണ്ടിയും
വാനപ്രസ്ഥം എന്ന പേരിൽ ഭാര്യയും ഭർത്താവും ഒരു ഏകാന്തമായ സ്ഥലത്ത് പോയിരുന്നു ഉപാസനാപരമായ ഒരു ജീവിതം നയിക്കണം വർഷങ്ങളോളം. അങ്ങനെ ഉപാസനാപരമായ ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ക്രമേണ ആ ഉപാസനയുടെയും ഏകാന്ത ജീവിതത്തിന്റെയും കരുത്തിൽ അവരുടെ ഉള്ളിൽ ഗൃഹസ്ഥാശ്രമങ്ങൾ ഉണ്ടാക്കിയ വ്യക്തി കുടുംബ ബന്ധങ്ങളുടെ ആ കെട്ട് ഇല്ലാതായിട്ട് മാറും. അതിനെ തുടർന്നാണ് നാലാമത്തെ ആശ്രമമായ സന്യാസം എടുക്കേണ്ടത് എന്നാണ് വിധി പറഞ്ഞിട്ടുള്ളത്. ഈ വാനപ്രസ്ഥം എന്ന വാക്കിൽ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഏകാന്തമായ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വന മേഖലയാണ്. ഏതെങ്കിലും കാട്ടിലേക്ക് പോയി ആ കാട്ടില് ഒരു പർണശാലയെ കെട്ടി. കാരണം പണ്ട് കാലത്ത് വാനപ്രസ്ഥ സംസ്കാരം എന്നത് വലിയൊരു ചടങ്ങായിരുന്നു. ഒരു നിശ്ചയ കാലഘട്ടം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ചേർന്നിരുന്ന് വലിയൊരു ആഘോഷമായി എല്ലാ ബന്ധുക്കളൊക്കെ വന്ന് വലിയൊരു ചടങ്ങ്, വൈദികമായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നേരെ ഒരു കാട്ടിലേക്ക് പോകും. കാട്ടിലേക്ക് പോയി അവിടെ പർണശാലയൊക്കെ സെറ്റ് ചെയ്ത് ആ പർണശാലയിൽ ഇരുന്ന് തുടർന്ന് കൃത്യമായ അനുഷ്ഠാനപരമായ ജീവിതമാണ്. കാരണം നേരത്തെ കുടുംബത്തിലാണെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ബന്ധുക്കളുടെ കാര്യം നോക്കണം, ബന്ധുക്കളുടെ വിശേഷാവസരങ്ങൾ പങ്കെടുക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോലി ചെയ്യണം, വരുമാനം ആർജിക്കണം. അപ്പൊ ഉപാസനയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് യാതൊരു ബന്ധനങ്ങളും ഇല്ല. രണ്ടുപേരും ഒരുമിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ പരിപൂർണമായി രാവിലെ മുതൽ രാത്രി വരെ, രാത്രി പര്യന്തം ഈശ്വരോപാസനപരമായ ജീവിതം വർഷങ്ങളോളം നയിക്കും. അങ്ങനെ നയിച്ചതിനെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു? അവർക്ക് അന്ധകരണ ശുദ്ധി ദൃഢമാവുകയും അവരുടെ ബന്ധനം, ആന്തരികമായ ബന്ധനം ഇല്ലാതാവുകയും ചെയ്യും. അതിനെ തുടർന്ന് മാത്രമേ സന്യാസത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് വിധി. അല്ലാതെ കടന്നു കഴിഞ്ഞാൽ വിജയിക്കില്ല, അത് പരാജയപ്പെടും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വാനപ്രസ്ഥ ആശ്രമം എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഒന്നാമത് ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം ഭാര്യയ്ക്കും ഭർത്താവിനും ഏതെങ്കിലും കാട്ടിൽ പോയി തപസ് ചെയ്യാൻ സാധിക്കില്ല. കാട്ടിൽ പോയാൽ ഫോറസ്റ്റുകാർ പിടിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് മാറി സ്വസ്ഥമായിട്ട് ഏകാന്ത ജീവിതം നയിച്ചു കളയാം എന്നൊരു സാധ്യത ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമ കാലത്തിൽ തന്നെ ആന്തരികമായ ശുദ്ധിക്കും ആന്തരികമായ കരുത്തിനും വീഴുന്ന ഉപാസനകൾ ചെയ്ത് ആ ഗൃഹസ്ഥാശ്രമം പരിപക്വമാകുമ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ സന്യാസിലേക്ക് കടക്കാം എന്ന് ഗുരു ഈ ആശ്രമധർമ്മങ്ങളിൽ സന്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മീൻസ് വാനപ്രസ്ഥത്തിലേക്ക് കടക്കാതെ നേരിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും സന്യാസത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 5-ാമത്തെ അധ്യായത്തിൽ സാമാന്യ ധർമ്മങ്ങളാണ്, ഓരോരോ ആശ്രമങ്ങളിലെ സാമാന്യ ധർമ്മം. അതിനെ തുടർന്ന് അടുത്ത അധ്യായം മുതൽ വിസ്തരിച്ച ഓരോ ആശ്രമത്തെ കുറിച്ചുള്ള വിസ്തരിച്ച ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ ഈ 5-ാമത്തെ അധ്യായത്തിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാം. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു.